ചൊവ്വയുടെ എല്ലാ ഭാഗവും ഒന്ന് പരിശോധിക്കട്ടെ. അപ്പോൾ എല്ലാം മനസ്സിലാവും നമ്മൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് എഴുതി എല്ലാം വെച്ചിട്ടുണ്ട്. ചൊവ്വയുടെ ഏത് ഭാഗത്ത് ചെന്നാൽ ജലമുണ്ടാകുമെന്നും ഏത് ഭാഗത്ത് എത്ര ഡിഗ്രി മാറി ഏതെല്ലാം അതുപോലും ഞാൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഈ ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പം നമസ്കാരം, ഞാൻ സുദർശനൻ. എനിക്ക് ലോകത്തുള്ള എല്ലാ എൻ്റെ മിത്രങ്ങളോടും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ കാര്യം എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രഹങ്ങളെ കുറിച്ചാണ്, പ്രത്യേകിച്ചും ചൊവ്വ ഗ്രഹത്തിനെ കുറിച്ചുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പല വീഡിയോകളും കണ്ടിട്ട് ചിലർക്കൊക്കെ ചില സംശയങ്ങൾ ഉണ്ട്. എന്തെങ്കിലും കാണുമ്പോഴാണല്ലോ ഇങ്ങനെ ഇടുന്നത്, എന്താണ് അതിൻ്റെ കാര്യമെന്ന്. ഇതൊക്കെ അറിയുമ്പോഴും കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന വേദന അത്രയ്ക്ക് വളരെ വലുതാണ്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എനിക്ക് സത്യത്തിൽ എൻ്റെ ദൈവികം കൊണ്ടും ഈശ്വരധീനം കൊണ്ടും എൻ്റെ ധ്യാനം കൊണ്ടും എൻ്റെ പ്രാർത്ഥന കൊണ്ടും ഞാൻ ജീവിച്ചു വരികയായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഞാൻ എൻ്റെ സൗദി അറേബ്യ ജീവിതവേളയിലാണ് ഞാൻ ശരിക്കും ഇതേക്കുറിച്ച് ചിന്തിക്കാനും പറയാനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ എഴുതി തുടങ്ങുന്നത്. അതാണ് എൻ്റെ ശരി. എൻ്റെ നാട്ടിൽ വെച്ച് അഷ്ടമുടിക്കായലിൻ്റെ കരയിലും കൊല്ലം ബീച്ചിൽ കടപ്പുറത്ത് ഇങ്ങനെ ഞാൻ കൊല്ലം ബീച്ച് മുതൽ തങ്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം ലൈറ്റ് ഹൗസ് ഉണ്ട്, അവിടെ വരെയും കടൽത്തീരം വഴി നടക്കുമായിരുന്നു. അങ്ങനെ ഉള്ള ആകാശവും നോക്കി ആകാശത്തിനെ അറിയാൻ ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ മനസ്സിൽ എൻ്റെ ധ്യാനത്തിൽ ഉദിച്ച ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ട്. അത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതിയിരുന്നു. ഇനിയും കണ്ടമാനം കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവയൊന്നും പുറം ലോകത്തോട്ട് വിട്ടിട്ടില്ല. അപ്പം അതിനകത്ത് ഞാൻ വ്യാഴഗ്രഹത്തിലും ചൊവ്വാഗ്രഹത്തിലും ജലമുണ്ടെന്നും ചൊവ്വാഗ്രഹത്തിൽ ജീവാംശം ഉണ്ടെന്നും അവിടെ ജീവാംശം ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ കിട്ടുമെന്നും ഒക്കെ ഞാൻ കൃത്യമായിട്ട് എഴുതിയിരുന്നു. പക്ഷേ കാലം ഇത്രയും കടന്നു വന്ന് ഞാൻ 2006 മുതൽ ഇത് പല പത്രമാധ്യമങ്ങളിൽ കൊണ്ടുകൊടുത്തു. പലരും അത് വായിച്ചു. പല പ്രമുഖരുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. വാനനിരീക്ഷണം നടത്തുന്ന ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു വ്യക്തിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. പല ചാനലുകാരിൽ കൊണ്ടുകൊടുത്തു. പല പ്രമുഖ വ്യക്തികൾ കൊണ്ടുകൊടുത്തു. പത്രമാധ്യമങ്ങളിൽ, പിന്നെ ഓരോ കൊല്ലം ബ്യൂറോ ആയിട്ടൊക്കെ ഇരിക്കുന്ന പലരെയും, അതായത് പിന്നെ നമ്മുടെ അല്ലാതുള്ള പത്ര ഓഫീസിലെ ജീവനക്കാര് എല്ലാം, അതായത് മുൻനിര മാധ്യമങ്ങളിലെ എല്ലാവരെയും, അതായത് മനോരമ, മാതൃഭൂമി, കേരളാമത്, ജന്മഭൂമി, അങ്ങനെ നിരവധി ആൾക്കാരുടെ കയ്യിൽ കൊടുത്തു. മാത്രമല്ല ഇത് വളരെ വ്യക്തിബന്ധങ്ങൾ ഉള്ളതും എന്നെ ഏറ്റവും അടുത്തറിയാവുന്നതുമായ വ്യക്തികൾക്കെല്ലാം ഞാനിത് കൈമാറി. പലരും ഇത് തിരിച്ചു തരാത്തതുണ്ട്. എല്ലാവരുടെയും ചിലരെല്ലാം തിരിച്ചു തന്നിട്ടുണ്ട്. അവയെല്ലാം വിശദമായിട്ട് എല്ലാവരുടെയും പേരും ഡേറ്റുകളും കാര്യങ്ങളെല്ലാം ഇട്ട് ഞാനൊരു ഫയലാക്കി വെച്ചിട്ടുമുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ കേൾക്കുന്നവര് തോന്നും എന്തെങ്കിലുമൊക്കെ വന്നതിന് ശേഷം ഇത് നമ്മൾ പറയുന്നു. അതല്ല എൻ്റെ സത്യം. ചൊവ്വാഗ്രഹത്തിൻ്റെയൊക്കെ കാര്യങ്ങളും അന്യഗ്രഹ ജീവികളുടെ വന്നിരിക്കുന്ന അവർ പേടകം എങ്ങനെയുള്ളതാണ്, അങ്ങനെ നിരവധി ഇന്ന് സമൂഹത്ത് പ്രമുഖരായി നിൽക്കുന്നവരെ വ്യക്തികൾ ഉണ്ട്. അവരുടെയൊക്കെ കയ്യിൽ ഇത് കൊണ്ടു കൊടുത്തിട്ടും അവരാരും ഒരാൾ പോലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. ആദ്യമായിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുന്നത് മലയാള മനോരമ പത്രത്തിലാണ്. ചൊവ്വാഗ്രഹത്തിലെ ജനവാസം ഉണ്ടെന്നും ഇതൊക്കെ കേട്ട പുള്ളിക്ക് അത്ഭുതമാണ്. ഫിൽട്ടർ ചെയ്താൽ ജലം ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രഹമുണ്ടെന്നും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനുഷ്യരായിട്ട് ഈ ഭൂമി മാത്രമല്ല ഒന്നിൽ കൂടുതൽ ജീവാംശമുള്ള ഗ്രഹങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് ഞാൻ എഴുതി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇവർ വായിച്ചിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരിടത്തുനിന്ന് ഞാനൊരു ഇന്റർവ്യൂ കാണാനിടയായി, ഒരു ചിഹ്നഗ്രഹം വരുന്നുവെന്ന്. അപ്പം ഞാനത് എഴുതി വെച്ചേക്കുന്നത് എൻ്റെ മർമ്മകാര്യങ്ങളൊന്നും അതൊക്കെ എൻ്റെ രഹസ്യമായി ഞാൻ സൂക്ഷിക്കുന്നതാണ്.
പലയിടത്തും. അപ്പം അന്ന് ചിഹ്നഗ്രഹം വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ വന്ന്? അപ്പം അവിടെ ഡൽഹിയിൽ ഇത് എത്തിച്ച് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരിടത്തുനിന്ന്, പ്രധാനപ്പെട്ട ഒരിടത്തു നിന്നാണ്, അവരുടെ ചാനലിൽ നിന്നാണ് അവർ സംപ്രേഷണം ചെയ്തത്. എന്നിട്ട് ഇവിടെ എന്തെല്ലാം കോളിളക്കം സൃഷ്ടിച്ച് അന്നേരവും ഞാൻ ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കഥകളും കളികളും ഒക്കെ നമുക്ക് അറിയാം. പക്ഷേ ഏത് ദിശയിൽ നിന്ന് വന്നു, എന്താണ്, എവിടുന്ന്? ഇവിടെ വന്നില്ലല്ലോ. അപ്പോൾ നമ്മളൊരു സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനും ഓരോ സമയങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അതെല്ലാം നടക്കും. ഇന്ന് വരെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടും ദൈവാധീനം കൊണ്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ ഫലിക്കാതിരുന്നിട്ടില്ല. അതെല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം. അപ്പം ഇത്രയും ഗംഭീരമായി എഴുതിയത്, അതായത് ഈ പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ അവരുടെ ശരീരത്തെ താപം, അല്ലെങ്കിൽ അവർ എങ്ങനെയൊക്കെയാണ് എന്നെല്ലാം വ്യക്തമായിട്ട് ഞാൻ എഴുതിയിരുന്നു. ചൊവ്വാഗ്രഹത്തിൽ അവിടെ മനുഷ്യൻ വസിച്ചിരുന്നു എന്നും അതിഘോര യുദ്ധങ്ങളും, ഇന്ന് നമ്മളിവിടെ ന്യൂക്ലിയർ പോലുള്ള ഹിരോഷിമയില് പിന്നെ അമേരിക്ക ഇട്ടതുപോലെ ആറ്റം ബോംബ്, അതുപോലുള്ള സംഭവങ്ങൾ, അതിനേക്കാൾ വീര്യമേറിയ സംഭവങ്ങൾ അവിടെ പൊട്ടിക്കുകയും അവിടെ തമ്മിൽ ഘോര യുദ്ധം നടക്കുകയും ഒക്കെ ചെയ്ത് ഉന്മൂലനം വന്ന് എല്ലാം കത്തി ജ്വലിച്ച് കടൽ പോലെ എല്ലാം തീയായി ജ്വലിച്ച് ഉറഞ്ഞതാണ് ചൊവ്വ. അതറിയാം. അതിനുശേഷമുണ്ടായ ഘോര മഴയത്ത്, അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ടാണ് അവിടെ പിന്നെയും ഈ തടാകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ജീവാംശം ഉണ്ട് വരുന്നതിൻ്റെ തെളിവ് കിട്ടുമെന്ന് ഞാൻ ആവർത്തിച്ച് വർഷങ്ങൾ കൊണ്ടേ പറയുന്നു. ഇത്രയും എൻ്റെ ധ്യാനത്തിൽ കൂടി തെളിഞ്ഞു വന്ന ഗ്രഹങ്ങൾ പലതും ഉണ്ട്. പക്ഷെ ചൊവ്വാഗ്രഹത്തിൽ എനിക്ക് എന്തോ അതിനകത്ത് എനിക്കൊരു ആകർഷണം ഉണ്ടായി. അപ്പം അതിനെക്കുറിച്ച് ഞാൻ നിത്യവും എടുത്ത് ഞാൻ എൻ്റെ ധ്യാനത്തിൽ കൂടെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ജലവും കടലും എല്ലാം ഉണ്ടായിരുന്നതും, അവിടെ മനുഷ്യൻ ഘോര യുദ്ധം നടത്തി എന്നുള്ളതും, അതിഭയങ്കരമായ ഘോര യുദ്ധം നടത്തി ഉന്മൂലനം വന്നു പോയതാണ്. മനുഷ്യനും എല്ലാ വസ്തുക്കളും ഉരുകി പാറയായി മാറിയതാണ്. ചൊവ്വയുടെ എല്ലാ ഭാഗവും ഒന്ന് പരിശോധിക്കട്ടെ, അപ്പൊ എല്ലാം മനസ്സിലാവും നമ്മൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ ഇല്ല എന്നുള്ളത്. ഇതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് എഴുതി എല്ലാം വെച്ചിട്ടുണ്ട്. ചൊവ്വയുടെ ചൊവ്വയുടെ ഏത് ഭാഗത്ത് ചെന്നാൽ ജലമുണ്ടാകുമെന്നും, ഏത് ഭാഗത്ത് എത്ര ഡിഗ്രി മാറി ഏതെല്ലാം അതുപോലും ഞാൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പം സ്വാഭാവികമായിട്ട് ആരും ചോദിച്ചു പോയി, ഇതൊക്കെ ഇത്രയും കാലം എവിടായിരുന്നു, എന്തെങ്കിലും കണ്ടിട്ട് എഴുതിയതാണോ എന്നൊക്കെ സ്വാഭാവികമായിട്ട് ആരും ചോദിക്കാം. അവരെ കുറ്റം പറയാൻ പറ്റില്ല. വളരെ വിദൂരമല്ല എങ്കിൽ പോലും ചൊവ്വാഗ്രഹത്തില് ജനവാസം ഉണ്ടായിരുന്നു. അവിടെ എന്തു സംഭവിച്ചിരുന്നു, അവിടെ എന്തൊക്കെ ആയിരുന്നു, എങ്ങനെ ആയിരുന്നു, ഏത് തരത്തിലായിരുന്നു എന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ അറിയാൻ കഴിയും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ വർഷം മുമ്പ് എഴുതി വെച്ച കാര്യത്തിനകത്തുള്ളതാണ്. ഈ ഭൂമിയിൽ ജനവാസം മടുത്ത് ജനങ്ങൾക്ക് വസിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷവും സാഹചര്യം ഉടലെടുക്കും. അത് കൂടുതലും അണുക്കളും മറ്റു ഉള്ള വസ്തുക്കളാലും വീർപ്പുമുട്ടും. വരവിനേക്കാൾ അപാരമായ ചെലവുകൾ വർദ്ധിക്കുകയും പോഷകാഹാരങ്ങളോ കൃഷി വസ്തുക്കളോ ഒക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ഒരു സമയം വരും. കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ആഹാരം കഴിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആഹാരം നാണയങ്ങൾ കിട്ടാതെ പോകുന്നൊരു സാഹചര്യവും വിഷമങ്ങളൊക്കെ നമുക്ക് തലവെക്കും. ആ സമയത്ത് ധനികരായവർക്ക് മറ്റ് ഗ്രഹം തേടാനും, ഇവിടെ ഷട്ടിൽ പോലെ, ഇപ്പം നമ്മുടെ പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ടും ഒക്കെ കടന്ന് ഷട്ടിലടിക്കുന്ന പോലെ ഭൂമി മറ്റ് ഗ്രഹം ഷട്ടിലടിക്കുകയും കൊണ്ടുപോയി ഇവിടെ നിന്നുള്ള വസ്തുക്കൾ കൊണ്ടവിടെ നടുകയും എടുക്കുകയും ചെയ്ത് അവിടെ മറ്റൊരു ഭൂമി ആക്കി മാറ്റും. ഇതൊക്കെ നടക്കാൻ പോകുന്നത്. അത് യാതൊരു സംശയമില്ല, അങ്ങനെ തന്നെ സംഭവിക്കും. ഭൂമി എന്നും ഇങ്ങനെ ഭൂമിയായിട്ട് നിൽക്കില്ല. കാരണം ഭൂമി തന്നെ മടുത്ത് വെറുത്തുപോയി. ഈ ലോകത്തെ മനുഷ്യരുടെയും ഒക്കെ പ്രവൃത്തികളും അല്ല പെരുമാറ്റങ്ങളും തമ്മിൽ തല്ലലും തമ്മിൽ വിദ്വേഷങ്ങളും വെറുപ്പും ഒക്കെ കൂട്ടിക്കലർത്തി തെറ്റുകൾ ആവർത്തിച്ചു, തെറ്റുകൾ ചെയ്യുന്നു. ഈശ്വരന് പോലും അറപ്പും വേദന ഉണ്ടാക്കുന്ന തെറ്റുകൾ ഇവിടെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നു. ചൊവ്വയിലും ഇത് തന്നെ സംഭവിച്ചത്. ഈശ്വരന് നിരക്കാത്ത പല കാര്യങ്ങളും അവിടെ അരങ്ങേറിയപ്പോഴാണ് പ്രകൃതി തന്നെ അവിടെ പണി കൊടുത്തത്.
ജനങ്ങൾ എല്ലാം കത്തിജ്വലിക്കുന്ന തരത്തിൽ കൂടെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കി അവർ വാരിക്കൂട്ടി ഇന്ന് ഭൂമിയിൽ ആയുധങ്ങൾ ശേഖരിക്കുന്നത് പോലെ ഇതൊന്നും അല്ല അന്നത്തെ ആയുധ ശേഖരങ്ങളൊന്നും. ഇതൊന്നും ഒന്നുമല്ല. ഭൂമിയിലുള്ള ആയുധങ്ങളൊന്നും അല്ല. അതിനേക്കാൾ മാരകമായ, ആയിരക്കണക്കിന് മടങ്ങ് മാരകമായ വസ്തുക്കൾ ആയിരുന്നു ചൊവ്വാഗ്രഹത്തിലെ വസിച്ച ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ, സന്തോഷമായിരിക്കുക. ഒരു നല്ല ലോകത്തിന് പിറവി ഉണ്ടാവട്ടെ, അല്ലെ ഒരു നല്ല ലോകത്തിന് ശാന്തി സമാധാനം ഉണ്ടാവട്ടെ. എല്ലാവരും ഒത്തൊരുമയോടും ഐക്യതയും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുക. ഒന്നും പിടിച്ചടക്കാനുള്ള മനോഭാവവും കാര്യങ്ങളും കാണിക്കാതെ ജീവിതത്തിനെ പൊരുതി നേടാനും പൊരുതി വിജയിക്കാനും ഉള്ളൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.